നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി എത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ആ വീഡിയോ കണ്ട പലരും എന്നോട് ഒരു ആശങ്ക പങ്കുവച്ചു. മൊബൈൽ ഫോൺ അനിവാര്യമല്ലേ? തീർച്ചയായും ഞാൻ അതിനെ എതിർക്കുന്നില്ല. മൊബൈൽ ഫോൺ വളരെ അനിവാര്യമാണ്. മറ്റൊന്നുമല്ല, ഫിസിക്സിൽ ഒരു കാര്യം പറയുന്നു. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഘർഷണത്തെ പറ്റി പഠിക്കുമ്പോൾ ഫിസിക്സിൽ പറയുന്ന ഒരു കോട്ടുണ്ട്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൽ. ഇവിടെ ഞാൻ അതിനെ ഒന്ന് മാറ്റുകയാണ്. മൊബൈൽ ഈസ് എ നെസസറി ഈവിൽ. ആവശ്യമുള്ള ഒരു ചെകുത്താനാണ് ഈ മൊബൈൽ ഫോൺ. അതിനെ വേണ്ട രീതിയിൽ, ആവശ്യമുള്ള രീതിയിൽ, കൃത്യസമയത്തേക്ക് മാത്രം ഉപയോഗിക്കുമ്പോഴാണ് അത് നമുക്ക് ഗുണകരമാകുന്നത്. അല്ലാത്തപ്പോൾ അത് ഗുണകരമല്ല, അതൊരു ചെകുത്താൻ തന്നെയാണ്. ഈ ചെകുത്താന്റെ കരാള ഹസ്തങ്ങളിൽ നാം അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഞാനൊരു ചെറിയ കാര്യം പറയുകയാണ്. സാധാരണയായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വളരെ കുഞ്ഞു ക്ലാസ് മുതൽ LKG മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. എന്നാൽ ഒരു നിശ്ചിത സമയം തന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകളും അതിന്റെ മലയാള മീനിങ്ങും മലയാള അർത്ഥവും എഴുതാൻ പറഞ്ഞാൽ എത്ര വാക്കുകൾ നമുക്ക് എന്നും നോക്കാതെ എഴുതാൻ കഴിയും എന്നൊന്ന് ആലോചിച്ചാൽ ഒരു 15 മിനിറ്റ് സമയമെടുക്കുക. ഒത്തിരി സമയമൊന്നും വേണ്ട, 15 മിനിറ്റ് സമയമെടുക്കുന്നു. ബുക്കും പേനയും ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ എഴുതുക. അതിന് ഒപ്പം അതിന്റെ മലയാള അർത്ഥവും കൂടി എഴുതുക. സത്യത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു വാക്കും അതിന്റെ അർത്ഥവും പഠിച്ചിരുന്നെങ്കിൽ ഒരു വർഷം 365 വാക്കുകൾ നമുക്കറിയണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് ആലോചിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ കാലം വേണ്ട, നമ്മൾ ഇച്ചിരിയോടെയൊക്കെ അറിവൊക്കെ ആയതിനു ശേഷം തന്നെ നമുക്ക് എത്ര വാക്കുകൾ അറിയണം? ഒരു 10 മിനിറ്റ്, ഇതിപ്പോ ഞാൻ 15 മിനിറ്റ് എന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ അരമണിക്കൂറെടുത്ത് എഴുതിക്കും. നിങ്ങൾക്ക് എത്ര വാക്കുകൾ തെറ്റാതെ അതിന്റെ അർത്ഥം ഉൾപ്പെടെ എഴുതാൻ കഴിയുമെന്ന് ഒന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് ഈ വീഡിയോ കാണുന്നവർ അത് കമന്റായി ഒന്ന് രേഖപ്പെടുത്തുന്നു. തീർച്ചയായും നാം മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കും, എനിക്ക് ഇഷ്ടംപോലെ വാക്കുകൾ എഴുതാൻ കഴിയുന്നു. ഇഷ്ടംപോലെ വാക്കുകൾ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ അവധിക്കാലത്തെ ഈ ആദ്യത്തെ ടാസ്ക് ഇതായിരിക്കട്ടെ. ഒന്ന് നോക്ക് നമുക്ക് എവിടെ വരെ പോകുമെന്ന്. അപ്പോൾ ഇന്ന് തന്നെ ഇത് ചെയ്യുമല്ലോ, കമന്റ് രേഖപ്പെടുത്തുമല്ലോ. നന്ദി, നമസ്കാരം.